ഹലോ, പുറത്തുണ്ടല്ലോ നല്ല മഴയാണ്. നമുക്കിപ്പോൾ കഴിക്കാനായിട്ട് കൊള്ളി മുട്ട ഉണ്ടാക്കിയാലോ? പിന്നെ കൂട്ടത്തിൽ ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടാക്കാം. കമോൺ. സോ നമുക്ക് കപ്പ അല്ലെങ്കിൽ കൊള്ളി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പല ലൊക്കേഷനിലും പല പേരാണ് അല്ലേ. കപ്പ, കൊള്ളി, പൂള, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ ഞാൻ കൊള്ളി എന്നാണ് കേട്ടോ പറയാറ്. കപ്പ എന്നും പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടില്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, പാലക്കാടൊക്കെ പൂള എന്നാ തോന്നുന്നു കേട്ടോ പറയുന്നേ. കൊള്ളി എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അങ്ങനെ മനസ്സിലാവാറില്ല. പിന്നെ ഈ കൊള്ളി നമ്മൾ ഇങ്ങനെ നുറുക്കിയെടുക്കാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് അത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്ത് ഒരു കുക്കറിൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു ഒരു 3-4 വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും. ഒരു 4-5 വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം നന്നായിട്ട് വെന്ത് കിട്ടണമായിരുന്നു. പിന്നെ ചോപ്പറിൽ സവാള ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഇതാവുമ്പോൾ വളരെ എളുപ്പമാണല്ലോ. ഇത് ഞാൻ അമ്മയുടെ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അതാണ് അതിന്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അത് വഴണ്ട് വരുമ്പോഴാണ് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 3 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 3 മുട്ടയും ഒഴിച്ചു കൊടുത്ത് അത് അത്യാവശ്യം നന്നായിട്ട് കൊത്തി പിടിച്ചെടുക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒന്ന് റെഡിക്ക് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മുടെ ബാക്കി പണികൾ. അതായത് കപ്പ അപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കപ്പ ഊറ്റിയെടുത്തതിന് ആ വെള്ളം കളയണം. ചിലപ്പോൾ കയ്പുണ്ടാവും. എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കയ്പുണ്ടോ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ കപ്പ കഴുകി എടുക്കേണ്ടി വരും. ഓക്കെ. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒരു പുഴുക്ക് രൂപത്തിലായിരിക്കും ഇതിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ. കണ്ടോ, അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. നല്ല ടേസ്റ്റാണ് ഇതും. ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഞാനപ്പോൾ അതിന് മേലേക്ക് ഇങ്ങനെ സവാള കുനുകുനാന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു ബൈറ്റിംഗ് ടേസ്റ്റ് വേറെ ലെവലാണ്. സോ ഇത് നിങ്ങൾക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു. പുറത്ത് നല്ല മഴയാണ്. അപ്പം നല്ല കട്ടൻ ചായയും പിന്നെ നമ്മുടെ കൊള്ളി മുട്ടയും കൂടെ ആയിട്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.